ഇന്ത്യ റഷ്യ റിലേഷൻഷിപ്പ്, പുടിൻ്റെ ഇന്ത്യ വിസിറ്റ്, ഇതുമായിട്ട് ബന്ധപ്പെട്ട് രണ്ട് മൂന്ന് കാര്യങ്ങൾ പറയാനുണ്ട്. അമേരിക്കയുടെ ഒരു മനമാറ്റം, അത് ശരിക്കും റഷ്യ ഇന്ത്യയോട് കൂടുതൽ അടുക്കും തോറും ട്രംപിന് അമേരിക്കയുടെ ഉള്ളിൽ നല്ല രീതിയിലുള്ള പ്രഷർ വരികയാണ്. അപ്പോൾ ആ പ്രഷറിനെ മറികടക്കാൻ എന്ത് ചെയ്യണമെന്ന് അറിയാത്ത അവസ്ഥയിലാണ് ട്രംപ്, അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന വിഷയങ്ങൾ എന്ന് പറഞ്ഞാൽ, ഇന്ത്യയെ അനുകൂലിച്ച് പാകിസ്ഥാനിലുള്ള തീവ്രവാദ സംഘടനകൾക്കെതിരെ ഡൊണാൾഡ് ട്രംപിന്റെ ഭരണകൂടം മുന്നോട്ട് വരികയാണ്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് അവർ പറഞ്ഞിരിക്കുന്നത് ഇന്ത്യക്ക് അനുകൂലമായിട്ടുള്ള തീരുമാനങ്ങളാണ് അമേരിക്ക എക്കാലത്തും എടുക്കുക എന്നുള്ളത് അവർ പറയാതെ പറയുകയാണ്. കാരണം വേറെ ഒന്നും കൊണ്ടല്ല, ഇൻഡോ പസഫിക് സെക്യൂരിറ്റി റീസണുമായിട്ട് ബന്ധപ്പെട്ട് അമേരിക്ക വളരെയധികം ഇന്ത്യയുമായിട്ട് ടൈപ്പ് വെക്കണം എന്നുള്ള രീതിയിൽ ആ ഒരു വിഷയത്തിനെ ഊന്നി പറഞ്ഞുകൊണ്ടുള്ള മീറ്റിംഗ് സംഘടിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ആ കോളാണ് ഇന്ത്യക്ക് വന്നത്. അപ്പോൾ ഇന്ത്യ അതിനകത്ത് പറഞ്ഞിരിക്കുന്നത്, ഇൻഡോ പസഫിക് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻഡോ പസഫിക്കിൽ സെക്യൂരിറ്റി വേണം. ഓക്കെ, ഇൻഡോ പസഫിക്കിൽ ആരെ കൊണ്ടാണ് ഭീഷണി? അമേരിക്ക ആർക്കെതിരെയാണ് ഇൻഡോ പസഫിക് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്? ഇൻഡോ പസഫിക് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് പ്രധാനമായിട്ട് ചൈനയ്ക്കെതിരെയാണ്. അപ്പം ഇപ്പൊ അമേരിക്ക എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? അമേരിക്ക ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് ശരിക്കും ഇന്ത്യക്കുള്ളിൽ തീവ്രവാദ ആക്രമണം നടത്തിയ ദ റെസിസ്റ്റന്റ് ഫ്രണ്ട്, TRF, ഈ ഒരു സംഘടന, ഈ സംഘടന ലഷ്കറിന്റെ പ്രോക്സിയാണ് ഈ സംഘടന. അപ്പൊ ലഷ്കറിന്റെ പ്രോക്സി ആയിട്ടുള്ള ഈ സംഘടന ഇന്ത്യക്കുള്ളിൽ നടത്തിയ ആക്രമണമാണ് പെഹൽഗാം ആക്രമണം. അതിനെ തുടർന്ന് ഇപ്പൊ റീസെന്റ് ആയിട്ട് ഉണ്ടായ തീവ്രവാദ ആക്രമണമാണ് ഇന്ത്യക്കുള്ളിൽ ഈ ഡൽഹിയിൽ റെഡ് ഫോർട്ടിന്റെ മുന്നിൽ ഉണ്ടായ പൊട്ടിത്തെറി. ഇത്തരത്തിലുള്ള തീവ്രവാദ ആക്രമണങ്ങൾ ഇന്ത്യക്കുള്ളിൽ സംഭവിക്കുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഈ യാഥാർത്ഥ്യം നിലനിൽക്കെ ഈ ലഷ്കറും ഈ ജയ്ഷ് എന്ന് പറഞ്ഞ സംഘടനയും ഇവരെവിടെയാണ് ഇവരുടെ താവളം? ഇവരുടെ താവളം എവിടെയാണെന്നുള്ളത് അമേരിക്കയ്ക്ക് അറിയില്ലേ? ഇവരുടെ താവളം എവിടെയാണെന്നുള്ളത് CIA-ക്ക് അറിയില്ലേ? ഇപ്പൊ നമ്മൾ ഇന്ത്യ എന്ത് തെളിവാണ് ഇതിന് കൊടുക്കേണ്ടത്? ഇന്ത്യക്കുള്ളിൽ തെളിവുണ്ട്. ഇന്ത്യ ഓൾറെഡി തന്നെ പലതവണ ഇതുമായിട്ട് ബന്ധപ്പെട്ട തെളിവുകൾ നിരത്തിയതാണ് പലതവണ. പക്ഷെ ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന അമേരിക്ക എന്ന് പറഞ്ഞ രാജ്യം പാകിസ്ഥാനെ ഈ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ സ്വന്തം കുടുംബ ബിസിനസ് പുഷ്ടിപ്പെടുത്താൻ വേണ്ടിയിട്ട് പാകിസ്ഥാനെ ഒരു കരുവായിട്ട് ഉപയോഗിക്കുകയാണ്. പാകിസ്ഥാനാണെന്നുണ്ടെങ്കിൽ ചൈനയിൽ നിന്നും ഏറ്റവും കൂടുതൽ ആയുധങ്ങൾ വാങ്ങിച്ചിട്ട് ഇന്ത്യക്കെതിരെ ചൈനയുടെ താല്പര്യങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് നിലനിൽക്കുന്ന ഒരു രാജ്യമാണ് പാകിസ്ഥാൻ. പാകിസ്ഥാനിൽ നിന്നും തീവ്രവാദം ഇന്ത്യക്കുള്ളിൽ കടത്തിവിടുന്നതിന് ചൈന ഒരിക്കലും അതിനെ തടയാനോ അല്ലെങ്കിൽ അതിനെ എതിർത്ത് സംസാരിക്കാനോ ഒരു രീതിയിലുള്ള സ്റ്റേറ്റ്മെന്റുകളും ഇതുവരെ കൊടുക്കാറില്ല, കൊടുത്തിട്ടില്ല, അങ്ങനെ കൊടുക്കത്തുമില്ല. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഏതെങ്കിലും തരത്തിൽ യുദ്ധസമാനമായ സാഹചര്യം ഉണ്ടായാലും ചൈനയ്ക്ക് നല്ലതാണ്. അതുകൊണ്ട് ചൈന അതിൽ നോ കമന്റ് പറയുന്ന ആളാണ്. പക്ഷെ അതേ ചൈനയെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്ത് ചൈന അവരുടെ 5 ഫിംഗർ പോളിസിയൊക്കെ എക്സ്പാൻഡ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു രാജ്യമാണ് പാകിസ്ഥാൻ. അപ്പൊ ഇതേ പാകിസ്ഥാനെ അമേരിക്ക സപ്പോർട്ട് ചെയ്തുകൊണ്ട് മുന്നോട്ട് വരുമ്പോൾ നമ്മൾ എന്തുകൊണ്ട് ഇൻഡോ പസഫിക്കില് അമേരിക്കയ്ക്ക് ഇങ്ങനെ ഡീപ്പ് റൂട്ടഡ് ആയിട്ടുള്ള ഒരു സപ്പോർട്ട് കൊടുക്കണം? ഈ ചോദ്യമാണ് ഇന്ത്യ ഉന്നയിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഡയറക്റ്റ് ആയിട്ട് ഇന്ത്യ പറഞ്ഞു എന്നല്ല, ഡിപ്ലോമാറ്റിക്കലി ഇന്ത്യ അവിടെ ഒരു സൈലന്റ് ആയിട്ടുള്ള ഒരു സ്വഭാവമാണ് ഇപ്പം ഈ ഒരു ഇടക്കാലം കൊണ്ട് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. പലരും ഇന്ത്യ കോഡിൽ നിന്നും പുറത്താവും, പലരും ഇന്ത്യ കോഡിൽ ഒന്നുമല്ലാതാവും എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സാഹചര്യമായിരുന്നു. പക്ഷെ ഇന്ത്യ മനഃപൂർവ്വം കോഡിനെ സപ്രസ് ചെയ്തുകൊണ്ട് ഇന്ത്യ സെപ്പറേറ്റ് ആയിട്ട് ഓസ്ട്രേലിയയുമായിട്ടും സൗത്ത് കൊറിയയുമായിട്ടും ജപ്പാനുമായിട്ടെല്ലാം മറ്റൊരു രീതിയിലുള്ള ഒരു ടൈപ്പ് വെച്ച് മുന്നോട്ട് പോവാണ്. അതായത് ഇൻഡിവിജ്വൽ ആയിട്ട് നിങ്ങൾക്ക് അമേരിക്ക ഇല്ലാതെ തന്നെ ഇന്ത്യ സപ്പോർട്ടിന് വരും ഇൻഡോ പസഫിക്കിൽ. അതിലുപരിയായിട്ട് ഇപ്പൊ അമേരിക്ക ഉള്ളത് കൊണ്ട് മാത്രമാണെന്നോ അല്ലെങ്കിൽ ക്വാഡ് ഉള്ളത് കൊണ്ട് മാത്രമാണെന്നോ അങ്ങനെ ഒരു ഡെഫിനേഷൻ ഇന്ത്യ കൊടുക്കുന്നില്ല. അപ്പൊ ഇതുകൊണ്ട് ഈ ക്വാഡിലുള്ള മറ്റുള്ള രാജ്യങ്ങൾക്ക് ഇന്ത്യയുമായിട്ട് യാതൊരു പ്രശ്നമില്ല. അവർക്ക് ഉറപ്പായിട്ട് അറിയാം, ഇപ്പൊ ജപ്പാൻ വിളിച്ചാൽ ഇന്ത്യ സപ്പോർട്ടിന് പോകുമെന്നും അതുപോലെ സൗത്ത് കൊറിയയ്ക്ക് സപ്പോർട്ടിന് ഇന്ത്യ പോകുമെന്നും ഓസ്ട്രേലിയയ്ക്ക് വേണ്ടി പോകുമെന്നുള്ളത് വളരെ വ്യക്തമായിട്ട് അറിയാം. അവരുമായിട്ട് നമ്മൾ ജോയിന്റ് മിലിറ്ററി എക്സസൈസ് ഒക്കെ പലപ്പോഴും ചെയ്യാറുള്ളതാണ്. ഇപ്പൊ ക്വാഡ് വന്നതുകൊണ്ട് മാത്രമാണ് ഇന്ത്യ ഈ രാജ്യങ്ങളുമായിട്ട് സഹകരിക്കുന്നത് എന്ന് പറയത്തക്ക രീതിയിലല്ലാണ്ട് ക്വാഡിനെ തന്നെ ഇന്ത്യ സപ്രസ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന സാഹചര്യമാണ് കാണാൻ കഴിയുന്നത്. അതേസമയം ഏഷ്യയുടെ ഉള്ളിൽ നല്ല ഡോമിനൻസും ഉണ്ട്. പക്ഷെ അതേസമയം ഇപ്പൊ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ജപ്പാന്റെ പ്രധാനമന്ത്രി ടക്കേഷി ഇന്നലെ കൂടി അമേരിക്കയെ എതിർത്തൊരു സ്റ്റേറ്റ്മെന്റ്, ട്രംപ് വൈറ്റ് ഹൗസിൽ നിന്നും ജപ്പാനെതിരെ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ശരിയല്ല എന്നുള്ള നിലപാടാണ് അവർ ഉറക്കെ പറഞ്ഞത്. സൗത്ത് കൊറിയയ്ക്കും ഇതേ നിലപാടാണ്. അപ്പൊ ഈ സാഹചര്യം ഏഷ്യൻ സൈഡിൽ അമേരിക്കയുടെ ഗ്രിപ്പ് നഷ്ടപ്പെടുന്നു എന്നുള്ള ഒരു സാഹചര്യമാണ് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത്. അപ്പൊ അതുകൊണ്ട് ഇൻഡോ പസഫിക്കിൽ ഇന്ത്യയെ സ്ട്രെങ്തൻ ചെയ്ത് നിർത്തേണ്ട സാഹചര്യം വളരെ വളരെ അനിവാര്യമായിട്ട് വന്നിരിക്കുകയാണ് അമേരിക്കയ്ക്ക്. അതിലുപരിയായിട്ടാണ് ഈ റഷ്യയുടെ ഇന്ത്യ വിസിറ്റ്. ഇപ്പൊ അമേരിക്കയുടെ ഉള്ളിൽ ഇതിനു മുമ്പ് എക്സ് പെന്റഗൺ ഒഫീഷ്യൽ മൈക്കൽ റൂബിൻ പറഞ്ഞിരിക്കുകയാണ്, അമേരിക്ക കാണിച്ചുകൊണ്ടിരിക്കുന്ന പ്രവൃത്തിയിൽ ഏറ്റവും വേഴ്സർ ആയിട്ടുള്ള ഒരു പ്രവൃത്തിയാണ് ഇന്ത്യയെ മാറ്റി നിർത്തിക്കൊണ്ട് ഇന്ത്യക്ക് മേളിൽ സ്ട്രാറ്റജിക്കലി എന്തോ ഭയങ്കരമായിട്ടുള്ള ഒരു ഡീല് നടത്തുന്ന കണക്കും അല്ലെങ്കിൽ ഇന്ത്യയെ ഭയങ്കരമായിട്ട് വിറപ്പിക്കുന്ന കണക്കും അമേരിക്കയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ചില നാടകങ്ങൾ. ഇൻഫാക്ട് ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിൽ ട്രംപ് ഒന്നും തന്നെ ചെയ്തിട്ടില്ല എന്നാണ് പറയുന്നത്. ഒന്നും ചെയ്തിട്ടില്ല എന്നാണ് അമേരിക്കയുടെ ലേറ്റസ്റ്റ് റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നത്. ലേറ്റസ്റ്റ് റിപ്പോർട്ട് പറയുന്നത്
അതായത് ട്രംപിന് നൊബേൽ സമ്മാനം കിട്ടാൻ വേണ്ടിയിട്ട് ട്രംപിനെ ഒരു ഗ്ലോബൽ പീസ് മേക്കർ എന്ന് ആക്കി തീർക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഒരു അജണ്ടയുടെ ഭാഗമായിട്ട് കുറേ രാജ്യങ്ങളെ വിളിച്ചു വരുത്തി അമേരിക്ക പീസ് ട്രീറ്റി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സിഗ്നേച്ചർ മേടിച്ചതാണ്. അതിലുപരിയായിട്ട് ഒന്നും തന്നെ ഇല്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പേജ് 31 ഇതിനെക്കുറിച്ച് വളരെ വിശദമായിട്ട് ആ റിപ്പോർട്ടിൽ പറയുന്നുണ്ടെന്നുള്ള ആ ഒരു പരാമർശം കൂടി ഇവിടെ വരുന്നുണ്ട്. ഇല്ല, ഒരു ഡയലോഗ് പോലും ട്രംപ് ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് ഇടപെട്ടിട്ടില്ല എന്നാണ് ആ ഒരു റിപ്പോർട്ട് പറയുന്നത്. ഇത് അമേരിക്കയിലെ ഒഫീഷ്യൽ റിപ്പോർട്ടാണ്. അത് ഇന്ത്യ പാകിസ്ഥാൻ ഇടയിൽ മാത്രമല്ല, ഇതിനകത്ത് ഒരുപാട് രാജ്യങ്ങളിൽ ലിസ്റ്റ് പറയുന്നുണ്ട്. ഏതാണ്ട് 8-9 യുദ്ധങ്ങൾ ട്രംപ് അവസാനിപ്പിച്ചെന്ന് പറയുന്നുണ്ട്. അതിൽ ഏതാണ്ട് 7ഓളം യുദ്ധങ്ങൾ ട്രംപ് ഒന്നും തന്നെ ചെയ്തിട്ടില്ല എന്നാണ് പറയുന്നത്. യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് അതിന്റെ പ്രശ്നങ്ങൾ എന്താണെന്നുള്ളത് ആഴത്തിൽ പഠിക്കുകയോ അല്ലെങ്കിൽ ആ പ്രശ്നവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഡിസ്കഷൻസോ ഒന്നും തന്നെ നടത്തിയിട്ടില്ല. ഫോർ എക്സാമ്പിൾ, അർമേനിയ, അസർബൈജാൻ നേതാക്കളെ വിളിച്ചു വരുത്തുന്നു, ഒപ്പിടിപ്പിക്കുന്നു, വിടുന്നു. ഇതാണ് സംഭവം. അല്ലാതെ ആ ലാൻഡിന്റെ ഇഷ്യൂ എന്താണ്, അതായത് അവർ തമ്മിൽ നടക്കുന്ന തർക്കത്തിന്റെ കോർ ഇഷ്യൂ എന്താണോ അത് അഡ്രസ്സ് ചെയ്യാതെയാണ് ജസ്റ്റ് നേതാക്കളെ വിളിച്ച് ഒപ്പിട്ടിരിക്കുന്നത്. ഇത് നൊബേൽ സമ്മാനം കൊടുക്കുന്നതിന് മുമ്പ് ധൃതി പിടിച്ച് ഈ നേതാക്കളെ വിളിച്ചു വരുത്തി ട്രംപ് ഒരു പീസ് മേക്കർ ആണെന്ന് ആക്കി തീർക്കാൻ വേണ്ടിയിട്ട് നടത്തിയ നാടകമാണ്, തട്ടിക്കൂട്ട് നാടകമാണെന്നാണ് ഇപ്പം അമേരിക്കയിൽ നിന്ന് തന്നെ ഒഫീഷ്യലായിട്ട് റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നത്. ഈ മിക്കേൽ റൂബിൻ പറഞ്ഞു വെക്കുന്നത് വിഷയം എന്ന് പറഞ്ഞാൽ പുള്ളി ഡയറക്റ്റായിട്ട് തന്നെ പറഞ്ഞിരിക്കുന്നത് അസീം മുനീർ ഒരു ഭീകരനാണ്. അവനെ പോലത്തെ ഒരു ഡിക്റ്റേറ്റർ അമേരിക്കയുടെ ഉള്ളിൽ എൻട്രി ആയി കഴിഞ്ഞാൽ അവനെ അറസ്റ്റ് ചെയ്ത് ജയിലിലിടണം. ഇങ്ങനെ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ബന്ധത്തിൽ വിള്ളൽ ഏർപ്പെടുത്തിയതിൽ പാകിസ്ഥാനിയുടെ പങ്ക് വളരെ വലുതാണ്. അവരുടെ ലോബി, അവരുടെ ഫ്ലാറ്ററി, ബ്രൈബറി എന്നൊക്കെയാണ് പുള്ളിക്കാരൻ പറഞ്ഞു വെച്ചിരിക്കുന്നത്. ആ രീതിയിൽ സ്വാധീനം നടത്തി ഇന്ത്യക്കെതിരെയുള്ള നീക്കങ്ങൾ നടത്തിയിട്ടുണ്ട് എന്നാണ് പുള്ളിക്കാരൻ തുറന്നു പറയുന്നത്. പിന്നെ അതുപോലെ പുടിൻ ഇന്ത്യയുമായിട്ട് ഈ രീതിയിൽ അടുക്കാനും അതായത് ഒരു ബാലൻസ്ഡ് റിലേഷൻഷിപ്പ് കൊണ്ടുപോയിക്കൊണ്ടിരുന്ന ഇന്ത്യയെ റഷ്യൻ സൈഡിലേക്ക് ഇത്രമാത്രം ചേർത്ത് നിർത്തിയതിന്റെ ആ ഒരു ക്രെഡിറ്റ് ഡൊണാൾഡ് ട്രംപ് അഡ്മിനിസ്ട്രേഷന് അവകാശപ്പെട്ടതാണെന്നാണ് പറഞ്ഞു വെച്ചിരിക്കുന്നത്. ഇത് മിക്കേൽ റൂബിൻ വളരെ വ്യക്തമായിട്ട് ഈ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ടുണ്ട്. ആ വീഡിയോ ക്ലിപ്പും കൂടി ഞാനിവിടെ ഒരു ചെറിയ ക്ലിപ്പാണിത്. കേട്ട് കഴിയുമ്പോൾ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. സ്ട്രോങ് ആയിട്ടുള്ള ഭാഷയിൽ തന്നെയാണ് പുള്ളിക്കാരൻ ഇത് പറയുന്നത്. You know, what we're seeing with Donald Trump is the equivalent of a stress test in a bank to see whether the bank is able to withstand a crisis. Donald Trump is that crisis. And it's a crisis solely of America's own making. There is no strategic logic for the United States embracing Pakistan. It should not be a major non-NATO ally. It should be designated a state sponsor of terrorism, period. And if Asim Munir comes to the United States, he should be arrested as opposed to honored. And perhaps at some point, a more vocal apology on the part of the United States for the way we have treated India over the past year. You know, President Donald Trump doesn't like to apologize, but the interests of the United States, and I would argue that the interests of world democracies, are much more important than one man's ego, no matter how inflated it is. That all those countries that are threatened by China are able and willing to recognize that threat and not let China triumph by our own squabbling. പാകിസ്ഥാനുമായിട്ട് അമേരിക്ക ഇപ്പോൾ എടുത്തിരിക്കുന്ന നയം അത് ശരിയല്ല എന്നുള്ളതാണ് മെജോറിറ്റി അമേരിക്കൻസിന്റെ നിലപാട്. കാരണം അതൊരു തീവ്രവാദ രാജ്യമാണ്. ഈ തീവ്രവാദ രാഷ്ട്രത്തിനെ ഇത്രമാത്രം സപ്പോർട്ട് ചെയ്യുന്ന അമേരിക്കൻ ഭരണകൂടം ഒരിക്കലും ഇങ്ങനെ പെരുമാറാൻ പാടില്ല എന്നുള്ളതാണ് പല അമേരിക്കൻസിന്റെയും അഭിപ്രായം. അതുപോലെ Su-57 ബന്ധപ്പെട്ട ഡീൽ, അതായത് Su-57 ബന്ധപ്പെട്ട സുഖോയ് 57 ഫൈറ്റർ ജെറ്റുമായിട്ട് ബന്ധപ്പെട്ട ഡീൽ പ്രപ്പോസൽ തീർച്ചയായിട്ടും ഇതൊരു മെയിൻ ആയിട്ടുള്ള ഒരു ചർച്ചയായിരുന്നു. ഇത്തവണത്തെ പുടിന്റെ ഇന്ത്യ സന്ദർശനത്തിൽ Su-57 ഫൈറ്റർ ജെറ്റുമായിട്ട് ബന്ധപ്പെട്ട ഡിസ്കഷനാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അതിൽ 70 മുതൽ 100 ഫൈറ്റർ ജെറ്റുകൾക്ക് ഇന്ത്യ ഓർഡർ കൊടുക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ പ്രാഥമിക ഡിസ്കഷൻ നടന്നിട്ടുണ്ട്, ഒരു ഇനിഷ്യൽ എഗ്രിമെന്റും കൂടി സൈൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് പറഞ്ഞു വെച്ചിരിക്കുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഓർഡർ ഇനിഷിയേഷൻ ചെയ്യുന്നതനുസരിച്ച്, അങ്ങനെ തന്നെയാണ് ഇത് മെൻഷൻ ചെയ്തിരിക്കുന്നത്. ഇന്ത്യ ഫസ്റ്റ് ഓർഡർ ഇനിഷിയേഷൻ ചെയ്യുന്നതനുസരിച്ച് ഈ എഗ്രിമെന്റ് ആക്റ്റീവ് ആവും. അതാണ് ഇതിന്റെ കണ്ടീഷൻ. ആ കണ്ടീഷനിലാണ് എഗ്രിമെന്റ് സൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിൽ പറയുന്നത് വെച്ചാൽ 70 മുതൽ 100 ഫൈറ്റർ ജെറ്റുകൾക്കുള്ള ഓർഡർ ആയിരിക്കും ഇന്ത്യ ഇനിഷ്യലി പ്ലേസ് ചെയ്യുക. ഇതിൽ 30 ഫൈറ്റർ ജെറ്റുകൾ റഷ്യ ഡയറക്റ്റ് ആയിട്ട് റഷ്യയിൽ നിന്ന് ഡെലിവറി ചെയ്യും. ബാക്കിയുള്ളതിന്റെ മാനുഫാക്ചറിങ് ഇന്ത്യക്കുള്ളിൽ യൂണിറ്റ് സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ മീൻ വൈൽ 2030 ഈ Su-57 പൂർണ്ണമായിട്ട് ഇന്ത്യക്കുള്ളിൽ നിർമ്മിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട ഫുൾ ഫ്ലഡ്ജ്ഡ് ഫാക്ടറി നമ്മൾ റെഡിയാക്കിയിട്ടുണ്ടാവും. അപ്പോൾ ആ സാഹചര്യത്തിൽ നമ്മൾ വരുന്ന 2-3 വർഷം കൊണ്ട് നമ്മൾ 30 ഫൈറ്റർ ജെറ്റുകൾ Su-57 ഫൈറ്റർ ജെറ്റുകൾ നമ്മൾ റഷ്യയുടെ പക്കൽ നിന്ന് വാങ്ങും.
ബാക്കി 70 നമ്മൾ ഇന്ത്യക്കുള്ളിൽ നിർമ്മിക്കും. ഇതാണ് ഈ ഒരു കണ്ടീഷൻ. ഈ ഒരു രീതിയിലാണ് എഗ്രിമെന്റ് തയ്യാറാക്കിയിരിക്കുന്നത്. ഇനി ഒരു 5 വർഷം കൊണ്ട് റഷ്യയുമായിട്ടുള്ള വ്യാപാരം, അതായത് റഷ്യ എങ്ങനെയാണ് ഇന്ത്യക്കുള്ളിൽ ഇൻവെസ്റ്റ്മെന്റും കാര്യങ്ങളൊക്കെ ചെയ്ത് ഇന്ത്യൻ മാർക്കറ്റിന് ഒരു ഓപ്പർച്യൂണിറ്റി അവിടെ ഉണ്ടാക്കുക, ഡെഫിസിറ്റും കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ടുണ്ട്. പിന്നെ പലരും എന്ന് പറയുന്നത് ഇതേ ഡെഫിസിറ്റിന്റെ പ്രശ്നം തന്നെയല്ലേ ട്രംപ് മുന്നോട്ട് വെച്ചത് എന്നൊക്കെയാണ് പറയുന്നത്. അതായത് മണ്ടത്തരം ഇവിടെ ചിന്തിക്കരുത്. ഇവിടെ അമേരിക്കയുടെ ട്രേഡ് ഡെഫിസിറ്റുമായിട്ട് ബന്ധപ്പെട്ട താരിഫിനെ കുറിച്ച് ഇന്ത്യ കമ എന്നൊരു അക്ഷരം വേണ്ടിയിട്ടില്ല. അവർക്ക് ഡെഫിസിറ്റുമായിട്ട് പ്രശ്നമുണ്ടെങ്കിൽ ഈ ഡെഫിസിറ്റുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ എല്ലാ രാജ്യങ്ങളും, ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള വ്യാപാരത്തിൽ അമേരിക്കയ്ക്കാണ് ഡെഫിസിറ്റ് കൂടുതൽ. അപ്പൊ അവർ നെഗോസിയേഷനിൽ ഡോമിനേറ്റ് ചെയ്യുന്ന ആൾക്കാർ അവരായിരിക്കും. റഷ്യയും ഇന്ത്യയും തമ്മിലുള്ള വ്യാപാരത്തിൽ ഇന്ത്യക്കാണ് ട്രേഡ് ഡെഫിസിറ്റ് കൂടുതൽ. അപ്പൊ അവിടെ നെഗോസിയേഷനിൽ ഒരു അപ്പർ ഹാൻഡ് കിട്ടുന്നത് ഇന്ത്യക്കായിരിക്കും. എല്ലാ രാജ്യങ്ങളും കാലാകാലങ്ങളായിട്ട് നെഗോസിയേഷൻ ചെയ്യുമ്പോഴത്തേക്കും ഈ ഫിനാൻഷ്യൽ ട്രേഡ് ഫിഗർ, ഡെഫിസിറ്റിന്റെ ഫിഗർ ഒക്കെ എടുത്ത് വെച്ചുകൊണ്ട് മറ്റൊരു രാജ്യത്തിനെ സപ്രസ് ചെയ്ത് അവരുടെ അടുത്ത് നിന്ന് മാക്സിമം ബെസ്റ്റ് വാങ്ങിക്കാൻ ശ്രമിക്കുന്നത് ഒരു കീഴ്വഴക്കമാണ്. അത് കാലാകാലങ്ങളായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു നെഗോസിയേഷൻ രീതിയാണ്. അപ്പൊ അവിടെ ട്രംപ് ചെയ്തത് താരിഫ് അപ്ലൈ ചെയ്ത് തുടങ്ങി. ഓക്കെ, ഫൈൻ, താരിഫ് വരെ ഓക്കെയാണ്. ആ താരിഫുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പല പ്രോഡക്റ്റ്, അവർക്കുള്ള പ്രോഡക്റ്റ് അവർക്കില്ലാത്ത പ്രോഡക്റ്റ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ തരംതിരിച്ച്, അപ്പം ഇതിനൊരു താരിഫ് അതിനൊരു താരിഫ് എന്നുള്ള നിലയിൽ നമ്മൾ അതിൽ പല വേരിയേഷൻസ് കൊടുത്ത് ഈ ഒരു ട്രേഡ് വളരെ സ്മൂത്ത് ആയിട്ട് നടക്കാൻ വേണ്ടിയിട്ടും ഈ താരിഫ് കൊണ്ട് പല വ്യത്യസ്ത തരത്തിലുള്ള പ്രോഡക്റ്റുകൾ, അതായത് താരിഫ് ഇംപ്ലിമെന്റ് ചെയ്ത രാജ്യത്തിനും ഇത് ബുദ്ധിമുട്ടാണ്. കാരണം അമേരിക്കയുടെ ഉള്ളിൽ അവൈലബിൾ അല്ലാത്ത കുറേ സാധനങ്ങൾ ഇങ്ങനെ ഒരു ബ്ലൈൻഡ് താരിഫ് ഇടുന്നതിലൂടെ അമേരിക്കയുടെ ഉള്ളിൽ അവൈലബിൾ അല്ലാതാവും. അപ്പൊ അത് അമേരിക്കൻ ജനങ്ങൾക്ക് തന്നെയാണ് ബുദ്ധിമുട്ട്. അപ്പൊ ആ സാഹചര്യത്തിൽ അങ്ങനത്തെ പ്രശ്നം ഒഴിവാക്കാനാണ് നമ്മളൊരു ബൈലേറ്ററൽ ട്രേഡ് എഗ്രിമെന്റ് എന്ന് പറഞ്ഞിട്ട് അമേരിക്കയിൽ ഇല്ലാത്ത പ്രോഡക്റ്റ്, അതേസമയം അമേരിക്കയിൽ ഉള്ള പ്രോഡക്റ്റ് ഇന്ത്യയിൽ നിന്ന് അമേരിക്കയിലേക്ക് എക്സ്പോർട്ട് ചെയ്യപ്പെടുന്ന പ്രോഡക്റ്റ്, ഇല്ലെങ്കിൽ അമേരിക്കയുടെ ഉള്ളിലേക്ക് ഇമ്പോർട്ട് ചെയ്യപ്പെടുന്ന പ്രോഡക്റ്റ്. അപ്പൊ അതിനൊരു ആ രീതിയിലുള്ള ഐറ്റംസ് എല്ലാം സെഗ്രിഗേറ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു താരിഫ് സിസ്റ്റമാണ് നമ്മൾ ബൈലേറ്ററൽ എഗ്രിമെന്റിൽ നമ്മൾ കൊണ്ടുവരുന്നത്. അപ്പൊ അതിനുള്ള പണി ഇന്ത്യ ചെയ്തുകൊണ്ടിരിക്കുകയാണ് വൃത്തിയായിട്ട്. അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഒരു 12 മുതൽ ഒരു 17% ഓവറോൾ താരിഫ് വരും എന്നുള്ള പ്രതീക്ഷയിൽ നമ്മൾ നെഗോസിയേഷൻ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ അതിന് പുറമെ ഇന്ത്യയോട് പ്രത്യേക വൈരാഗ്യത്തിൽ ലോകമെമ്പാടുമുള്ള പല രാജ്യങ്ങളും റഷ്യയുമായിട്ട് ഡീൽ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും ഇന്ത്യയെ മാത്രം കോർണറൈസ് ചെയ്ത് പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിന്റെ ഇടയിൽ ട്രംപ് വന്നു എന്നുള്ളൊരു പേര് ഇന്ത്യ പറഞ്ഞില്ല എന്നുള്ള പേരിൽ ഇന്ത്യക്ക് മുകളിൽ അഡീഷണൽ ആയിട്ട് 25% പുനറ്റീവ് താരിഫ് ഇട്ടത്. അവിടെയാണ് പ്രശ്നം തുടങ്ങുന്നത്. അല്ലാതെ ട്രംപ് താരിഫ് ഇട്ടത് കൊണ്ട് നമ്മൾ പലപ്പോഴും ട്രംപിന്റെ താരിഫിനെ ആദ്യം മുതലേ വിമർശിച്ചിട്ടുണ്ട്. അതിന്റെ കാരണം വേറെ ഒന്നും കൊണ്ടല്ല, ഇതിനു മുമ്പും താരിഫ് അപ്ലൈ ചെയ്തിട്ടുള്ള ഹിസ്റ്ററി അമേരിക്കയുടെ ഉള്ളിലുണ്ട്. അത് അമേരിക്കയ്ക്ക് നല്ലതല്ല. ഇതിലുള്ള പ്രാക്ടിക്കൽ ഇഷ്യൂസിനെയാണ് നമ്മൾ ചൂണ്ടിക്കാണിച്ചത്. അല്ലാതെ ട്രംപും ഇത് തന്നെയല്ലേ പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒട്ടും യോജിക്കാൻ പറ്റാത്ത വിഷയമാണ്. ഇന്ത്യ റഷ്യയ്ക്ക് മുകളിൽ താരിഫ് ഒന്നും ഇട്ടുവച്ചിട്ടില്ല. അതും കൂടി നമ്മളിവിടെ പറഞ്ഞു പോകേണ്ടതുണ്ട്. അപ്പൊ ട്രംപിന്റെ ഡെഫിസിറ്റ് നെഗോസിയേഷന്റെ മെത്തേഡും ഇന്ത്യ പറയുന്ന ഡെഫിസിറ്റിന്റെ വിഷയവും രണ്ടാണ്. ഇന്ത്യ പറയുന്നത് പരമ്പരാഗതമായ രീതിയിൽ എങ്ങനെയാണ് നെഗോസിയേഷൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതേ രീതിയിൽ തന്നെയാണ് ഇന്ത്യ പറഞ്ഞിരിക്കുന്നത്. ഒരു മാറ്റവും വരുത്തിയിട്ടില്ല. ഇപ്പൊ റഷ്യ നാളെ തന്നെ ഇന്ത്യയുടെ ഉള്ളിൽ നിന്നും കൂടുതൽ സാധനങ്ങൾ വാങ്ങുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഇന്ത്യ ഉടനെ റഷ്യയ്ക്ക് മേളിൽ 50% താരിഫ് ഇടാനല്ല പോകുന്നത്. അതാണ് മനസ്സിലാക്കേണ്ടത്. ഇനിയിപ്പോൾ ഒരു സൗത്ത് ഏഷ്യൻ അനലിസ്റ്റ് കുജൽമാൻ പറയുന്നത് ഇന്ത്യ കുറച്ച് കോഷ്യസ് ആയിട്ട് പോകുന്നതായിരിക്കും നല്ലത്. അതിന് പ്രധാനപ്പെട്ട കാരണം ഈ റഷ്യയുമായിട്ടുള്ള ബന്ധം ഒരു പക്ഷേ അമേരിക്ക കുറച്ച് ഡിലേഡ് ആയിട്ട് റെസ്പോണ്ട് ചെയ്തേക്കാം. തൽക്കാലം വളരെ അഗ്രസീവായിട്ട് ഇന്ത്യയുമായിട്ട് പെരുമാറുന്നില്ല എങ്കിലും ഫ്യൂച്ചറിൽ ഇന്ത്യ റഷ്യ ബന്ധം അമേരിക്കൻ ഇന്ത്യ ബന്ധത്തിനെ ബാധിച്ചേക്കാം എന്നുള്ള ഒരു സ്റ്റേറ്റ്മെന്റ്. ഇനിയിപ്പോൾ അടുത്ത മെയിൻ ആയിട്ടൊരു വിഷയം പുറത്തു വരുന്നതെന്ന് വെച്ചാൽ F-35 മെറ്റിയോർ മിസൈൽ ഘടിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മോഡിഫിക്കേഷൻ അമേരിക്ക പരീക്ഷിക്കുന്നുണ്ട്. ഈ മെറ്റിയോർ മിസൈൽ എന്ന് പറയുമ്പോഴത്തേക്കും അത് റഫേൽ ഫൈറ്റർ ജെറ്റിന് വേണ്ടിയിട്ട് നമ്മൾ ഫ്രാൻസിൽ നിന്ന് വാങ്ങിച്ച് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന മിസൈലാണ് മെറ്റിയോർ മിസൈൽ. അപ്പോൾ ഈ F-35 മെറ്റിയോർ മിസൈൽ ഘടിപ്പിക്കുന്നതിന്റെ ലക്ഷ്യം എന്താണ്? ഈ റഫേൽ ഫൈറ്റർ ജെറ്റ് ആരുടെ കയ്യിലൊക്കെ ഉണ്ട്, മെറ്റിയോർ ആരുടെ കയ്യിലൊക്കെ ഉണ്ട്? അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ റഫേൽ ഫൈറ്റർ ജെറ്റ് ഉള്ളത് ഇന്ത്യക്കുള്ളിലാണ്, F-35 ഇല്ലാത്തതും ഇന്ത്യക്കുള്ളിലാണ്. ഈ മെറ്റിയോർ മിസൈൽ ഘടിപ്പിക്കാനുള്ള മോഡിഫിക്കേഷൻ F-35 വരുത്തുന്നതിന്റെ ലക്ഷ്യം എന്താണ്? ഇത് ശരിക്കും ഈ മെറ്റിയോർ മിസൈൽ കയ്യിൽ വെച്ചിട്ടുള്ള ഇന്ത്യയെ ലക്ഷ്യമാക്കി, അതായത് ഞങ്ങൾക്ക് മോഡിഫിക്കേഷൻ വരുത്തിക്കൊണ്ട്, അതായത് ഞങ്ങൾക്ക് പോസിബിലിറ്റിയുള്ള ട്രസ്റ്റഡ് ആയിട്ടുള്ള രാജ്യങ്ങളുടെ മിസൈൽ ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ F-35 ഓക്കെ ആണ് എന്നുള്ളൊരു മെസ്സേജാണ് ഇതിലൂടെ വരുന്നത്. അത് ഇന്ത്യ തന്നെയാണ് ഇപ്പം നിർണായകമായിട്ടുള്ള ഒരു ഡിസിഷൻ എടുക്കാൻ വേണ്ടിയിട്ട്. ഇന്ത്യയുടെ പർച്ചേസ് എന്ന് പറഞ്ഞാൽ മാസീവ് ആയിട്ടുള്ള പർച്ചേസാണ്. 70 മുതൽ 100 ഫൈറ്റർ ജെറ്റുകൾ എന്ന് പറഞ്ഞാൽ ചില്ലറ ഓർഡർ അല്ല. ഈ ഓർഡർ അമേരിക്കയ്ക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ട്രംപ് പഠിച്ച പണി പലതും ശ്രമിക്കുന്നുണ്ട്, പണ്ടേ ശ്രമിച്ചു, ഇനിയും ശ്രമിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ പല രീതിയിലുള്ള ഉഡായ്പകളും ഇനി പുറത്തു വരും, പല വാർത്തകളും വരും. ഇനി വേണ്ടി വന്നാൽ വൈകാതെ തന്നെ നമുക്കൊരു വാർത്ത കേൾക്കാൻ കഴിയും.
ബ്രഹ്മോസ് ഹൈപ്പർസോണിക് ഇന്ത്യയുടെ മിസൈൽ ഞങ്ങൾ F-35 ഘടിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു മോഡിഫിക്കേഷൻ നടത്താൻ വേണ്ടിയിട്ട് ഇരിക്കുകയാണെന്ന് വരെ ചിലപ്പോൾ വാർത്ത വന്നേക്കാം. ഞാൻ ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. ജസ്റ്റ് ഒരു ഹ്യൂമറായിട്ട് ഇത് മനസ്സിലാക്കിയാൽ മതി. ഒരു പക്ഷേ വന്നേക്കാം, ഒന്നും പറയാൻ പറ്റത്തില്ല. അമേരിക്കയാണ് സംഭവം, ട്രംപാണ്, എന്ത് വേണേലും പറയും, അത് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. ഇപ്പം എന്തായാലും ലോക്കിഡ് മാർട്ടിൻ F-35 ഫൈറ്റർ ജെറ്റിൽ മെറ്റിയോർ ഇൻ്റഗ്രേഷനുമായിട്ട് ബന്ധപ്പെട്ട് ഫർദർ ഡെവലപ്മെൻറ്റുകൾ വരട്ടെ. അത് വരുന്ന സമയത്ത് നമുക്ക് അതിനെക്കുറിച്ച് വിശദമായിട്ട് നമുക്ക് നോക്കാം. അപ്പം Su-57 ബന്ധപ്പെട്ട വിഷയത്തിലുള്ള അപ്ഡേറ്റും ഞാനിപ്പോൾ ഇതിനകത്ത് തന്നിട്ടുണ്ട്. എന്തായാലും തായ്വാൻ ഇന്ത്യക്കുള്ളിൽ ഒരു ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ പ്രോജക്റ്റുമായിട്ട് വന്നിട്ടുണ്ട്. അപ്പം അതിനെക്കുറിച്ചൊക്കെ നമുക്ക് മറ്റൊരു വീഡിയോയിൽ തീർച്ചയായിട്ടും ഇൻസൈറ്റ്സ് മലയാളം ഗ്ലോബലിൽ ഞാൻ അതുമായിട്ട് ബന്ധപ്പെട്ട് വിശദമായിട്ടുള്ളൊരു വീഡിയോ അപ്ലോഡ് ചെയ്യാം. ഈ വീഡിയോയിൽ പറഞ്ഞ വിഷയങ്ങളെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വാർത്തകളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.